Jesus is a God who cares for you. യേശു കർത്താവ് നിങ്ങളെ കരുതുന്ന ദൈവമാണ്. And he has compassion over you. നിന്നോട് മനസ്സലിവുള്ള ദൈവമാണ്. And his care is so big that he will take care of every need of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ സകലവിധമായ വിഷയങ്ങളെക്കുറിച്ചും കരുതുന്നവനാണ് ഈ ദൈവം. My brother, my sister, എൻ്റെ സഹോദര സഹോദരി, know that he loves you and he cares for you. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങളെ സ്നേഹിക്കുകയും He ചെയ്യും. will never leave you, he will never forsake you. അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, വിട്ടുകളയുകയില്ല. He will walk with you holding your hand. You know, when we come to the Gospel of Mark chapter 8, മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ we read about an incident where Jesus fed 4,000 men. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് 4000 പേരെ ഭക്ഷണം നൽകുന്നതായിട്ടാണ്. Verse 1 says like this. അതിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ In വായിക്കും. those days, the multitude being very great and having nothing to eat, Jesus called his disciples to him and said to them. അവിടെ നാം കാണുന്നു, ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോട് പറഞ്ഞു. Jesus called his disciples. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. And he's saying to them something. അവരോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്. What is Jesus saying to them? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? I have compassion on the multitude. എനിക്ക് ഈ ജനത്തോട്, ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്നു. Because they have now continued with me 3 days and have nothing to eat. കഴിഞ്ഞ 3 ദിവസം എന്നോടൊപ്പം അവരായിരുന്നു, അവരൊന്നും ഭക്ഷിച്ചിട്ടില്ല. And if I send them like this, ഞാൻ അവരെ ഇങ്ങനെ അയച്ചു കളഞ്ഞാൽ, oh, they will faint on their way home. അവരുടെ വഴിയാത്രയിൽ അവർ വീണു പോയേക്കാം. Do you see the care of Jesus Christ? യേശു കർത്താവിന്റെ കരുതൽ ഒന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. You know, none of the people came and complained to Jesus. ആരും വന്ന് യേശു കർത്താവിന്റെ അടുത്ത് ഒരു പരാതിയും പറഞ്ഞില്ല. Nobody came and said to Jesus that we are hungry. ആരെങ്കിലും അവർക്ക് വിശക്കുന്നുവെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടില്ല. None of them came and said we cannot go back home hungry and we may faint. ആരും വന്ന് കർത്താവിനോട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീണു പോയേക്കുമെന്ന് പറഞ്ഞില്ല. No, even before anybody came to Jesus, Jesus knew their need. ആരും ആ കർത്താവിന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും അവരൊക്കെയും വരുന്നതിന് മുന്നമേ അവരുടെ ആവശ്യം കർത്താവിന് അറിയാമായിരുന്നു. That shows the care of Jesus Christ. അതാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള കരുതൽ. He's saying, I have compassion over these people. എനിക്ക് ഈ ജനത്തോട് മനസ്സലിവുണ്ട്. Jesus is a God of compassion. യേശു കർത്താവ് മനസ്സലിവിന്റെ ദൈവമാകുന്നു. And even before they presented the need, Jesus is saying, I know their need. അവരുടെ ആവശ്യം അവർ പറയുന്നതിന് മുന്നമേ കർത്താവ് അവരുടെ ആവശ്യത്തെ അറിയുന്നു. I want to tell you something. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, Jesus is a God who cares for you. യേശു കർത്താവ് നിങ്ങളെ കരുതുന്ന ദൈവമാണ്. And he has compassion over you. നിന്നോട് മനസ്സലിവുള്ള ദൈവമാണ്. And his care is so big that he will take care of every need of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ സകലവിധമായ വിഷയങ്ങളെക്കുറിച്ചും കരുതുന്നവനാണ് ഈ ദൈവം. The Bible says that he will supply all your needs according to his riches and glory. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന ദൈവമാണ്. You know, Jesus could have sent them without feeding. അവർക്ക് ആഹാരം നൽകാതെ അവരെ വേണമെങ്കിൽ പറഞ്ഞയക്കാമായിരുന്നു. Jesus did not have to do this. യേശു കർത്താവ് അങ്ങനെ ചെയ്തില്ല. But this shows the love of Jesus Christ. ഇത് യേശു കർത്താവിന്റെ സ്നേഹത്തെയാണ് It കാണിക്കുന്നത്. shows about the care of Jesus Christ. ഇത് കർത്താവിന്റെ കരുതലിനെയാണ് കാണിക്കുന്നത്. My brother, my sister, എൻ്റെ സഹോദര സഹോദരി, know that he loves you and he cares for you. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങളെ സ്നേഹിക്കുകയും He ചെയ്യും. will never leave you, he will never forsake you. അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, വിട്ടുകളയുകയില്ല. He will walk with you holding your hand. നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളോടൊപ്പം നടക്കുന്നവനാണ് നാം സേവിക്കുന്നത്. Oh, David said like this in Psalm 16. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, Lord, I have nothing good apart from you. എനിക്ക് ഒരു നന്മയും ഇല്ല കർത്താവേ. Oh, why did David say? നീ ഒഴികെ ഒരു നന്മയും ഇല്ല. Why did David say that? എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറഞ്ഞത്? Because he knew that this God is a God of care, and if he is the good thing that I have, I will never lack anything good in my life. അവന് ഒരു കാര്യം ഉറപ്പായിരുന്നു, എൻ്റെ ദൈവം ഒഴികെയുള്ള മറ്റുള്ളതൊന്നും നല്ലതല്ല. ഈ
ദൈവമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. Psalms 34 says like this. സങ്കീർത്തനം 34 നാം ഇങ്ങനെ വായിക്കും. Young lions may go hungry, but the children of God will lack nothing good in their life. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. Why? എന്തുകൊണ്ട്? Because he's a caring God. കാരണം അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്.